കല്യാണാലോചനയെ വാങ്ങണം. കാതികനല്ല, കലാകാരനല്ല. ഞങ്ങൾ വെറും കുറച്ച് വിദ്യാർത്ഥികൾ മാത്രം. കേവലം കൊച്ചു വിദ്യാർത്ഥിനി. അതെ, ഞങ്ങൾ വെറും വിദ്യാർത്ഥികൾ മാത്രം. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പാച്ചുവിന്റെ കല്യാണം. അതെ, പാച്ചുവിന്റെ കല്യാണം. അതാ അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ കഴിയാത്തവർ വിഷമിക്കണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കാൻ കഴിയാത്തവർ വിഷമിക്കണ്ട, എങ്ങോട്ടെങ്കിലും നോക്കിക്കോളൂ. നമ്മുടെ കഥാനായകനായ പാച്ചു ചിരിക്കുന്നത് അവിടെയാണ്. എവിടെയാണ്? എവിടെയും അതാ. ഇതൊക്കെ പറയുന്ന അതിമനോഹരമായ ഗ്രാമം. നമ്മുടെ കഥാനായകനായ പാച്ചുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരനാണ്, സുമുഖനാണ്. ഉച്ചിന്റെ മാസങ്ങളായി താഴെയിട്ട് വരിക. അവനെ പണിയാകട്ടെ പപ്പടം ഉണ്ടാക്കുന്നത്. അങ്ങനെയായിരിക്കുന്ന അവസരത്തിൽ പാച്ചുവിന്റെ കല്യാണാലോചനയുമായി നമ്മുടെ മൂന്നാം കടന്നു വരികയാണ്. ആദ്യമൊക്കെ പാച്ചു ശ്രമിച്ചെങ്കിലും പിന്നീട് പാച്ചു സമ്മതിച്ചു. പാച്ചു ചിന്തിച്ചു, എനിക്ക് കല്യാണം കഴിച്ചാലെന്താ? അങ്ങനെ അവൻ മൂന്നാലോട് സമ്മതം കൂടി. അങ്ങനെ അവൻ അവന്റെ മാതാപിതാക്കളോട് പറഞ്ഞു, എനിക്ക് പെണ്ണൊന്ന് കെട്ടണം അമ്മ, എനിക്ക് കല്യാണം കഴിക്കണം അമ്മ, എന്റെ ഇടനെഞ്ച് കൊട്ടണേ അമ്മ, എന്റെ പപ്പാട് പറയണം അമ്മ, എനിക്ക് പെണ്ണൊന്ന് കെട്ടണം അമ്മ, എനിക്ക് കല്യാണം കഴിക്കണം അമ്മ. അതെ, അതാണ് അവൻ മാതാപിതാക്കളോട് പറഞ്ഞു. ഒടുവിൽ മാതാപിതാക്കളും സമ്മതിച്ചു. അങ്ങനെ അവന്റെ കല്യാണാലോചനയായി. അവന്റെ സങ്കല്പത്തിലെ ഭാര്യയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ? അതെ, അവന്റെ സങ്കല്പത്തിലെ ഭാര്യ സുന്ദരിയായിരിക്കണം, സുശീലയായിരിക്കണം, ഐശ്വര്യരാജാവിനേക്കാളും സുസ്മിതാസിനേക്കാളും സുന്ദരിയായിരിക്കണം. ഇതൊക്കെയാണ് അവന്റെ സങ്കല്പത്തിലെ ഭാര്യ. അങ്ങനെ 2-3 നാളുകൾക്ക് ശേഷം അത് നമ്മുടെ മൂന്നാം വരികയാണ്. ആ വരവ് കിട്ടാൻ തന്നെ അറിയാം എന്തോ സംഗതിയാണെന്ന്. അത് ആ പെണ്ണ് കൊണ്ടുള്ള വരവാണ്. അങ്ങനെ പാച്ചുവിനോട് പറഞ്ഞു, പാച്ചു കിട്ടി, മോനെ കിട്ടി, നിനക്ക് പറ്റിയ പെണ്ണിനെ കിട്ടി. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി പതിനേഴക്കനും ഒരു മണിമുഖത്തി, മമ്മിക്കും ഡാഡിക്കും പ്രിയമോടെ മണിമുഖത്തി. ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സുന്ദരി പതിനേഴക്കനും ഒരു മണിമുഖത്തി, മമ്മിക്കും ഡാഡിക്കും പ്രിയമോടെ മണിമുഖത്തി. അതെ, ഒരു കൊച്ചു ഗ്രാമത്തിലെ ഒരു കൊച്ചു സുന്ദരി. 17 കേസുള്ള മണിമഞ്ചത്തി. മമ്മിക്ക് ഡാഡിക്ക് പ്രിയമോട്. ഏഴാക്കളമാർക്ക് ഒറ്റ പെണ്ണാണ്. ഇതൊക്കെയാണ് അവൻ കിട്ടിയ അവൻ ആലോചിച്ച് വന്ന പെണ്ണിന്റെ വിശേഷങ്ങൾ. അങ്ങനെ അടുത്ത ദിവസം പാച്ചു പെണ്ണിനെ കാണാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടിലേക്ക്. അങ്ങനെ അവർ പെണ്ണിന്റെ വീട്ടിലെത്തി. അങ്ങനെ ചായയും പലഹാരവുമായി അതാ പെണ്ണടാ വരുന്നു. ആ ചിരിച്ചിൽ ശബ്ദം കേട്ടപ്പോൾ പാച്ചുവിന്റെ നെഞ്ചൊന്ന് കത്തി. എങ്ങനെയായിരിക്കും അവൾ? അതവനെ ചിന്തിപ്പിച്ചു. അതാ നമ്മുടെ കഥാനായിക്ക് കടന്നു വരികയാണ്. ഒരു നറുപ്പുഞ്ചിരിയോടുകൂടി പാച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. ഒരു ചെറുപ്പുഞ്ചിരിയോടുകൂടി പാച്ചു തിരിച്ചു നോക്കി. അങ്ങനെ അവർ പരസ്പരം നോക്കി. അവർ കണ്ണുകൾ തമ്മിൽ കഥകൾ കൈമാറി. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ഗതകൾ കൈമാറും അനുരാഗമേ. അതെ, അവർ കണ്ണും കണ്ണു തമ്മിൽ കഥകൾ കൈമാറി. അങ്ങനെ പാച്ചു മൂന്നാലോചനയിൽ മന്ത്രിച്ചു. എനിക്കിഷ്ടമായി, എനിക്കിഷ്ടമായി, ഇവളെ മതി, ഇവളെ മതി. അങ്ങനെ അവരുടെ മാതാപിതാക്കളും മൂന്നാലുമെല്ലാം കൂടി ഒടുവിൽ കല്യാണം ഉറപ്പിച്ചു. കല്യാണം പാച്ചുവിനെ കല്യാണം
ശ്രീരാമ കല്യാണം വൈകോവേ Just